ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിലും കമൻറ്റിലും ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഡൗട്ടാണ് 3 ഇയർ ക്ലീയുടെ സിലബസ് ഒന്ന് അത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് ഫ്രീ ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കോളേജിൽ റെക്കോർഡും വൈവ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കുറേ ഡൗട്ടുകൾ ഇങ്ങനെ പൈലപ്പായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അതെല്ലാം ഓരോന്നോരോന്നായിട്ട് കൺസിഡർ ചെയ്ത് വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ 3 ഇയർ 5 ഇയർ വ്യത്യാസം ഒന്നുമില്ല. എല്ലാം പാറ്റേണൊക്കെ സെയിം തന്നെയാണ്. അതായത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 2024 തൊട്ടാണ്, കഴിഞ്ഞ വർഷം തൊട്ടാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം വന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അതിൽ 3 ഇയറിൽ എന്തൊക്കെ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്, ഏതൊക്കെ പോർഷൻസിൽ നിന്നാണ് ചോദിച്ചത്, അപ്പം എന്തൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. 5 ഇയർ ആയിക്കോട്ടെ 3 ഇയർ ആയിക്കോട്ടെ വരുന്നത് ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ ജനറൽ ഇംഗ്ലീഷ് ഉണ്ട്, GK ഉണ്ട്, ജനറൽ നോളജ് ഉണ്ട്, ഇത് അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ആൻഡ് ഫൈനലി ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലീഗൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ലോയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിനകത്തുനിന്ന് ജനറൽ ഇംഗ്ലീഷ് 36 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, 36 ക്വസ്റ്റ്യൻസ് മാത്രം. ജനറൽ നോളജ് 27 ക്വസ്റ്റ്യൻസും, അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി 15 ക്വസ്റ്റ്യൻസും, ആൻഡ് ഫൈനലി ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലീഗൽ സ്റ്റഡീസ് 42 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഞാൻ പറഞ്ഞു ഇത് പ്ലസ് അല്ല, ഇത് ശരിക്കും നെഗറ്റീവാണ്. കാരണം നമുക്ക് ഈ ലോയിൽ നിന്നൊക്കെ 42 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എവിടെ നിന്നൊക്കെയാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നപ്പോൾ നമുക്കിങ്ങനെ ചിന്തിക്കായിരുന്നു, ഓക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരും, ഉറപ്പായിട്ടും വരും, IPC നിന്ന് വരും, ടോർട്ടിൽ നിന്ന് വരും, കോൺട്രാക്റ്റിൽ നിന്ന് വരും. അപ്പോൾ നമുക്കിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇത്ര ഇതിൽ നിന്നൊക്കെ വരും എന്ന് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. അപ്പം ഞാൻ 2024 ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഇത്രയും ടോപ്പിക്സ് നമുക്ക് ലോയിൽ കിടന്നിട്ടും കൂടുതലും ഫോക്കസ് ചെയ്തത് എക്സിക്യൂട്ടീവിലും, അതായത് പ്രസിഡൻറ്റിൻ്റെ കാര്യങ്ങളും, പിന്നെ GST ആക്ടിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ജനറൽ ഇംഗ്ലീഷിൻ്റെയും ലോയിൻ്റെയും പോർഷൻസ് 3 ഇയറുകാർക്ക് ഏതൊക്കെയാണ് കവർ ചെയ്യേണ്ടതെന്നാണ്. 2024 ചോദിച്ചിരിക്കുന്ന ജനറൽ ഇംഗ്ലീഷിൽ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്സ് ഏതാണ് എന്ന് റെക്കഗ്നൈസ് ചെയ്യുക. അതിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാൻ 2 പേർക്കും കൂടിയാണ് പറയുന്നത്, 3 ഇയറുകാരും 5 ഇയറുകാർക്കും. 2 പേർക്കും കോമൺ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ് ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആൻറ്റോണിംസ്, സിനോണിംസ്. ഓക്കെ, അപ്പോൾ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്സ് നോക്കുക. അത് നമുക്ക് എത്രയെന്നും പറഞ്ഞ് പഠിക്കാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് എക്സാമിന് വരുമ്പോൾ അറ്റൻഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. കൂടുതലും വാക്കുകളൊക്കെ നോക്കി വെക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാനുള്ളൂ. പിന്നെ ആൻറ്റോണിംസ്, സിനോണിംസ്, അതായത് നിയറസ്റ്റ് ടു ഓപ്പോസിറ്റ് വേർഡ് ചൂസ് ചെയ്യുക, നിയറസ്റ്റ് ടു മീനിങ് ഉള്ളൊരു വേർഡ് ചൂസ് ചെയ്യുക. അതാണ് ആൻറ്റോണിംസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ്. സിനോണിംസ് എന്ന് വെച്ചാൽ നിയറസ്റ്റ് മീനിങ് ഉള്ള വേർഡ് ചൂസ് ചെയ്യുക. പിന്നെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുക, ഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുക. അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ 2 ക്വസ്റ്റ്യൻസും ഡയറക്റ്റിലേക്ക് മാറ്റാൻ 1 ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചും ഡയറക്റ്റ് സ്പീച്ചും നിങ്ങൾ നോക്കി പോവുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് മീനിങ് വരുന്നത്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഒരുപാട് വേർഡ്സ് നോക്കിക്കൊണ്ട് പോവുക. കറക്റ്റ് വേർഡ് സെലക്ട് ചെയ്ത് നമ്മൾ അവിടെ പ്ലേസ് ചെയ്യുക. അതായത് നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള വാക്കുകളൊക്കെ 4 ഓപ്ഷൻസ് വരും, ഒരു സെൻറ്റൻസ് വരും, ഫിൽ ഔട്ട് ചെയ്യാനായിട്ട് പറയും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പ്രിപ്പോസിഷൻസ് ആണ്. പ്രിപ്പോസിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് 2 പേർക്കും. ഇതിപ്പോൾ ഇംഗ്ലീഷ് 2 പേർക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പ്രിപ്പോസിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതുണ്ടല്ലോ, പാർട്സ് ഓഫ് സ്പീച്ച് അല്ലേ നമ്മൾ നൗൺ, പ്രോനൗൺ, അങ്ങനെ വെർബ്, ആഡ്വേർബ്, പ്രിപ്പോസിഷൻ, അഡ്ജക്റ്റീവ്, കൺജങ്ഷൻ, ഇൻ്റർജങ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു 7 സംഭവങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. ഞാൻ കുറേ നാൾ മുന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നൗൺ, പ്രോനൗൺ, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻസ്, ഇതൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് പോകുക എന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് എന്നൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു പോസിറ്റീവ് സെൻറ്റൻസ് തന്നിട്ട് അതിനെ ഇൻട്രോഗേറ്റീവിലേക്ക്, അതായത് ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് മാറ്റുക എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്.
പിന്നെ വരുന്നത് സെൻറ്റൻസിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് ചോദിക്കും. പിന്നെ ഒരു സെൻറ്റൻസിനെ പാർട്ട് ബൈ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ കറക്റ്റായിട്ട് റീഅറേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കും. പിന്നെ 4 ക്വസ്റ്റ്യൻസ് അങ്ങനെ ഇതുണ്ടായിരുന്നു. അതായത് ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഇതിൽ നിങ്ങൾ ശരിക്കും ഫോക്കസ് ചെയ്യാനുള്ള, നമുക്ക് ഈ പറയുന്ന വേർഡിനെ ഇൻകറക്റ്റ്ലി സ്പെൽ ചെയ്തിരിക്കുന്ന വേർഡ് പഠിക്കാതെ എത്രത്തോളം നമുക്ക് പഠിക്കാനൊന്നും പറ്റത്തില്ല. വരുമ്പോൾ അറ്റൻഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നിങ്ങൾ നോക്കാനുള്ളത് ഇൻഡയറക്റ്റ് സ്പീച്ച് നോക്കുക, ഡയറക്റ്റ് സ്പീച്ച് നോക്കുക, പാർട്സ് ഓഫ് സ്പീച്ച് നോക്കുക. ഓക്കെ, അതായത് പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻസ്, അങ്ങനെയുള്ള സാധനങ്ങൾ നോക്കുക. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കിയിട്ട് പോവാം. പിന്നെ ബാക്കിയൊക്കെ കയ്യിലിരിക്കും, ദൈവത്തിൻ്റെ കയ്യിൽ എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട. ഇംഗ്ലീഷ് പരമാവധി ഇങ്ങനത്തെ ഗ്രാമർ വർക്കൗട്ട് ചെയ്തിട്ട് പോകാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ലോയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ഫോക്കസ് ചെയ്യാനുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷനിലെ എല്ലാം, ഐ മീൻ പ്രിയാമ്പിൾ തൊട്ട്, പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, നമ്മുടെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ്, ഈ 3 സാധനങ്ങളും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് തന്നെ ആർട്ടിക്കിൾസ് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നോക്കിയിട്ട് പോവുക. അതായത് പ്രസിഡൻറ്റിൻ്റെ പവേഴ്സ്, ഡ്യൂട്ടീസ്, പിന്നെ VCയുടെ വൈസ് പ്രസിഡൻറ്റിൻ്റെ വൈസ് പ്രസിഡൻറ്റിൻ്റെ, പിന്നെ ഗവർണറിൻ്റെ, അങ്ങനെ എല്ലാവരുടെയും എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടീസും കാര്യങ്ങളും എല്ലാം പറയുന്ന ആർട്ടിക്കിൾസ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ. അത് കവർ ചെയ്ത് പോവാം. പിന്നെ ലെജിസ്ലേറ്റീവ്, പാർലമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെയും കാര്യങ്ങൾ പറയുന്നതുണ്ട്. പിന്നെ ജുഡീഷ്യറി, യൂണിയൻ ജുഡീഷ്യറിയുടെയും സ്റ്റേറ്റിൻ്റെയും പറയുന്നുണ്ട്. അതായത് സുപ്രീം കോർട്ടിൻ്റെയും ഹൈക്കോർട്ടിൻ്റെയും കാര്യങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കവർ ചെയ്യുന്നുണ്ട്. സോ ഈ 3 സാധനങ്ങൾ നിങ്ങൾ പക്കയായിട്ട് പഠിച്ചിട്ട് പോവുക. ആർട്ടിക്കിൾസ്, ഏത് ആർട്ടിക്കിൾസാണ് പ്രസിഡൻറ്റിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്, ഏത് ആർട്ടിക്കിൾസാണ് ഇന്ന കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം. കഴിഞ്ഞാണ് ചോദിച്ച GST ആക്ട് ആണ്. GST ആക്ടിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ. അത് സിമ്പിളാണ്, ചെറിയ സംഭവങ്ങളാണ്. അപ്പോൾ അത് നിങ്ങളെ ജസ്റ്റ് നോക്കിയിട്ട് പോവാം. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻ്റ് 5 ഇയറുകാർക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് ലോസ് ഉണ്ടാവും, അത് ജസ്റ്റ് നോക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾസ്, ഇന്ന ഷെഡ്യൂളിൽ ഈ ഒരു ഷെഡ്യൂൾ ഏത് അമെൻമെൻറ്റിലാണ് ആഡ് ചെയ്തത്, അപ്പോൾ നിങ്ങൾ അത് ഒന്ന് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് എന്തൊക്കെയാണ്, ആ അമെൻമെൻറ്റ്സിൽ എന്തൊക്കെ ഷെഡ്യൂളാണ് ആഡ് ചെയ്തത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്, അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലൈക്ക് ഏതാണ് ശരിയല്ലാത്തത്, ഈ പറയുന്ന കാര്യങ്ങൾ 4 ഓപ്ഷൻ തന്നിട്ട് ചോദിക്കും, ഇതിലേതാണ് ഇൻകറക്റ്റ്, അല്ലെങ്കിൽ ഇതിലേതാണ് ട്രൂ, ഇതിലേതാണ് ഫോൾസ്, അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു വാക്ക് തന്നിട്ട് അതിൻ്റെ മീനിങ് എന്താണ്, ഒരു വക്കാലത്ത് നാമ ഫോർ എക്സാമ്പിൾ, ഓക്കെ, അതെന്താണ്, അങ്ങനെ ഒരു 4 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതെന്താണെന്നുള്ളത് അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ. പിന്നെ എനിക്ക് മുമ്പ് പറയായിരുന്നു IPC, CRPC, അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള BNSS എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ഞാൻ ഉറപ്പ് പറയുന്നില്ല, പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം ക്വസ്റ്റ്യൻസ് കുറഞ്ഞതുകൊണ്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതിൽ നിന്നൊക്കെ വരും എന്നുള്ളത്. വന്നേക്കാം എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതൊക്കെയാണ് നിങ്ങൾക്ക്, ഇതിപ്പോൾ 3 ഇയറുകാരോടാണ് ഞാൻ പറഞ്ഞത്. 3 ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കിയതിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നതാണ്. ജനറൽ ഇംഗ്ലീഷ് കുറച്ച് ഫോക്കസ് ചെയ്തിട്ട്, ഞാൻ കറണ്ട് അഫെയർസിൻ്റെ കാര്യം പറയാത്തത് വേറൊന്നും കൊണ്ടല്ല. കറണ്ട് അഫെയർസ് എവിടെ നിന്നാണ് ചോദിക്കുന്നത് നമുക്കൊരു ഐഡിയ ഉണ്ടാകത്തില്ല. അവാർഡ്സ് ചിലപ്പോൾ ചോദിക്കും, സ്പോർട്സിൻ്റെ ഏരിയയിൽ നിന്ന് ചോദിക്കും. പിന്നെ ജനറൽ ആയിട്ടുള്ള 4-6 മന്തിനകത്തുള്ള നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആക്കി നിൽക്കുക. എല്ലാം ചിലപ്പോൾ ചോദിച്ചേക്കാം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ മാത്സിൻ്റെ കാര്യം പറയാത്തതും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പിന്നെ കോഡുകളൊക്കെ ചോദിക്കും. ഓക്കെ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്കത് എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് കൺവേ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളത് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക് ചെയ്യുക. പിന്നെ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് റെഫർ ചെയ്ത് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്ന കൂടുതലും ഫോക്കസ് ചെയ്യും. ഞാനിപ്പോൾ പറഞ്ഞത് ലൈക്ക് ഇംഗ്ലീഷും ലോയും ആണ്. അപ്പോൾ നിങ്ങളത് ഈ പോർഷൻസ് ഒക്കെ വെച്ച് നിങ്ങൾ കവർ ചെയ്യും. പ്രത്യേകിച്ചും കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ടേ പോകാവൂ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസും കോൺസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് 3 ഇയർ LLBക്കാർക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ലാൻഡ്മാർക്ക് കേസസിൻ്റെ വീഡിയോസൊക്കെ മുമ്പ് ഇട്ടിട്ടുണ്ട്. ലീഗൽ മാക്സിംസിൻ്റെ വീഡിയോസ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ബൈ. സ്റ്റഡി സൂപ്പറായിട്ട് പഠിക്കുക, എക്സാംസ് എഴുതുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ബൈ.